2 കൊല്ലത്തോളം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഒരു മെയിൻ വീഡിയോ, ഷോർട്ട് വീഡിയോ 8 മിനിറ്റൊക്കെയുള്ള വീഡിയോ ഒരു ദിവസം എടുക്കാൻ വെച്ചാൽ ഭയങ്കര പാടാണ്. ഞാനത് അതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് രാവിലെ 5:45 എണീക്കും. 5:45 എണീച്ചിട്ട് ഞാൻ ഇങ്ങനെ കൺസെപ്റ്റ് ഒക്കെ നോക്കും രാവിലെ ഇരുന്ന്. രാവിലെ കൺസെപ്റ്റ് ഒക്കെ നോക്കിയിട്ട് നോട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കും. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അരുൺ എന്ന് പറഞ്ഞൊരു ആൾ കൂടെ ഉണ്ട്. പുള്ളി ഇതുപോലെ കൺസെപ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കും. മെയിൻ വീഡിയോ കൺസെപ്റ്റുകളൊക്കെ. അങ്ങനെ എല്ലാവരുടെ ഒരു ഇതായിട്ട് ഇങ്ങനെ ചെയ്തു. 2 കൊല്ലത്തോളം ഞാൻ ലീവ് എടുക്കാൻ പോയിട്ടില്ല. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഈ പറഞ്ഞോട്ട് ഉള്ളിൽ അവിടെ ഒരു ഭയമുണ്ട്. പക്ഷേ അവിടെ ജോലി കളഞ്ഞിട്ടാണ് വന്നത്. വിജയിക്കണം, വിജയിക്കാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് 2 കൊല്ലത്തോളം. അതെ, എനിക്ക് വേണ്ടി തന്നെ കേട്ടോ. ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ പറയാം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പറയാം. എനിക്ക് വേണ്ടി തന്നെ. ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നുമില്ല. ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്ത് നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഒരു കാമുകനും കാമുകോ എന്തുവാ വിഷയം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറിനാട് സ്റ്റേഷനിൽ ഒന്ന് തിരക്കണം. അല്ലാതെ ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അഖിൽ എന്നാളുടെ എൻ്റെ നാട്ടിലാണ്. എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഒരേ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇതുവന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്ത് ആദ്യമായിട്ട് ഭാര്യയും ഭർത്താവും വിഷയമായിട്ട് മാറുന്ന ആദ്യത്തെ ആളൊന്നും അല്ല അഖിൽ എന്നാർഡി. പിന്നെ അവന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അവന് കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്റർ ആയിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, അത് പൊട്ടി, അത് വേറെ കാര്യം. പക്ഷെ അവൻ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ അവൻ അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിയ ഒരു വ്യക്തിയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അഖിലിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ചു അഖിലിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ഇങ്ങനെ FBയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. FBയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ മെസ്സേജ് വരും. പക്ഷേ ഇങ്ങനെ റിയാക്ഷൻ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവുകളും വരാറുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേറെ പണിയില്ല, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ റിയാക്ഷനാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഇതൊന്നുമല്ല. അപ്പോൾ അഖിലിൻ്റെ വൈഫ് പോയതിനോട് എല്ലാവർക്കും വിഷമമുണ്ട്, അല്ലാതെ ആരും ആഘോഷിക്കുന്ന തരത്തിൽ ഓരോരുത്തർ ഓരോ ഇങ്ങനെ എന്താണ് തമ്പനയിലിട്ടിട്ട് ഇതാക്കുന്നത് കണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു രീതിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ എന്താണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം കാണുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണില്ലെങ്കിൽ ഫസ്റ്റ് ഈ ഒരു വീഡിയോ എന്ന് അറിഞ്ഞാൽ ഉടനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ ദയവ് ചെയ്ത് കണ്ണിൽ കണ്ട നെഗറ്റീവ് കമൻറ്റ്സ് ഇടരുത്. യൂട്യൂബിൽ കുഴപ്പമില്ല, FBയിൽ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സാണ് വരുന്നത്. അതാണ് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാമെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള ഇതുണ്ട് എന്ന്. കമൻ്റ് ഇടാനുള്ള എന്താ പറയുക, എന്തോ പെർമിഷനും ഉണ്ട്, അത് ആ റൂളും ഉണ്ട് എന്നൊക്കെ. നിങ്ങളുടെ റൂളൊക്കെ ശരി തന്നെ, റൂള് നിങ്ങൾ ഇട്ടോ, അതിന് ഞാൻ ഇത് പറയുന്നൊന്നുമില്ല. പക്ഷേ ഒരു പരിധിയില്ല ഇതാക്കുന്നതിനൊക്കെ. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ലക്ഷങ്ങളൊന്നും നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നില്ല, മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോൾ FBയിൽ മോണിറ്റൈസേഷൻ ആയാലും കൂടി ഒരു 3-4 മാസമൊക്കെ പിടിക്കും നമുക്ക് അക്കൗണ്ടിൽ പൈസ കയറാൻ, മനസ്സിലായോ? അല്ലാതെ എനിക്ക് FBയിൽ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഡോളറൊന്നും കയറുന്നില്ല, മനസ്സിലായോ? അപ്പം നമ്മൾ ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അല്ലാതെ അഖിലിൻ്റെ ഭാര്യ ഒളിച്ചോടി പോയതിനെ കുറിച്ചിട്ട് അതൊരു ആഘോഷമാക്കി അതിൽ നിന്ന് കാശുണ്ടാക്കി എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട ഗതികേടൊന്നും ഇപ്പം തൽക്കാലം എനിക്കില്ല കേട്ടോ. അപ്പോൾ അത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഒന്നാമത്തെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് വരുന്നത്. അതുമല്ല, വീഡിയോ ഇടാതായി കഴിഞ്ഞ് യൂട്യൂബ് ഇപ്പോൾ പണി തരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഒട്ടും വയ്യെങ്കിൽ കൂടി ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഒളിച്ചോടി പോയതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് വൈഫ് ഒളിച്ചോടി പോയതും അതൊക്കെ, അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടി പോയതൊക്കെ. അപ്പോൾ അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടി പോയതൊരു ആഘോഷമാക്കാനോ ഇതിനോ വേണ്ടിയിട്ടല്ല. ഓരോരുത്തരുടെ ഓരോ കുടുംബത്തിൽ നടക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആഘാതം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ആളുടെ കൂടെയാണ് അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിയിരിക്കുന്നത്. ബസ് ഡ്രൈവറാണ്. അപ്പോൾ അതിലെ കമൻറ്റുകൾ കണ്ടു, ബെൻസിൽ നിന്ന്
ബസ്സിലോട്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. അഖിലിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അഖിലിൻ്റെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. എന്താണ് അഖിലിൻ്റെ വൈഫിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവൻ്റെ ഒരു വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റുകൾ കണ്ടു, നീ എന്താണ് കൂടെ നടത്തുമ്പോൾ കൈ പിടിക്കുന്നില്ല, അതുപോലെ കൂടെ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ള പറഞ്ഞ് ആ ഒരു തരത്തിലൊക്കെ വീഡിയോസുകളും കമൻറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ എന്താണ് എപ്പോഴും ഇപ്പോൾ കെട്ടിപ്പിടിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് നടക്കേണ്ടി വരും. അവനക്കും അവൻ്റേതായിട്ടുള്ള പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രഹസനമാക്കേണ്ട കാര്യമില്ല. ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലാണ് സന്തോഷം വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ എന്തായാലും അഖിലിൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. എന്തുവാ വിഷയം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറിനാട് സ്റ്റേഷനിൽ ഒന്ന് തിരക്കണം, അല്ലാതെ ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അഖിൽ എന്നാളുടെ എൻ്റെ നാട്ടിലാണ്, എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഒരേ ബൈക്കിൽ പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. ഇവന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്ത് ആദ്യമായിട്ട് ഭാര്യയും ഭർത്താവും വിഷയമായിട്ട് മാറുന്ന ആദ്യത്തെ ആളൊന്നും അല്ല അഖിൽ എന്നാർഡി. പിന്നെ അവന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അവന് കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്റർ ആയിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, അത് പൊട്ടി, അത് വേറെ കാര്യം. പക്ഷെ അവൻ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ അവൻ അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിയൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ ഒരേ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണെങ്കിൽ പോലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യുക, അവൻ അവൻ്റെതായ രീതിയിൽ അവൻ നാട്ടിൽ അവൻ ചെയ്യുന്നു. എന്റെ പ്രേക്ഷകരെ പോലെയല്ല, അവൻ ഒരുപാട് ഫാമിലി ഓഡിയൻസും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ലേ. അപ്പം അതാണ് ഇപ്പോഴത്തെ കണ്ടന്റ്. ഇവിടെ നാട്ടിൽ മൊത്തം ഇപ്പൊ ചർച്ച ചെയ്യുന്ന അഖിൽ എന്നാടിയുടെ പെണ്ണുപിള്ളയുടെ കേസാണ്. അവള് പോയി അവരെ കാര്യം. ഞാൻ ഈ വീഡിയോ കാണിച്ചതും ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും, അവൻ ഒരു പാവമാണ്. അവൻ എൻ്റെ നാട്ടുകാരനായതുകൊണ്ടും കൂട്ടുകാരനായതുകൊണ്ടും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് അവന് കൊള്ളും. കാരണം അവൻ അത്ര വലിയ കഠിന ഹൃദയനൊന്നുമല്ല. ഒരു പാവം പിടിച്ച ഒരു റേഷൻ കട പോലത്തെ ഒരു വീട്ടിൽ, ആ കടയുമായി ബന്ധപ്പെട്ട്, റേഷൻ കട ഉള്ളത് കുറ്റം മോശമെന്നല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വളരെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതത്തിലോട്ട് കയറി വന്ന ഒരു പയ്യനാണ്. ഒരു വിവാഹം കഴിച്ചു. വിവാഹവും അങ്ങനത്തെ ബന്ധങ്ങളും അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. ഡിവോഴ്സ്ഡ് ആവുന്നവരുണ്ടാവാം. അതൊന്നും പേഴ്സണൽ ലൈഫിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത അവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് അവർക്ക് സ്വന്തമായിട്ട് രണ്ടുപേർക്കും തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഉള്ള വിഷയങ്ങളായിരിക്കാം. നമ്മൾ ഒരാളെ കളിയാക്കി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും കളിയാക്കരുത്, ഭയങ്കര മോശമാണ്. അത് ഒരു മെയിൽ ഈഗോയെ ബാധിക്കും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും. അതാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു കാര്യത്തിനൊന്നും ഒളിച്ചോടി പോയി, അല്ലെങ്കിൽ നീ ആണത്തല്ലോ അതിൽ കമൻറ്റ് കേട്ടു, നീ ആണത്തം ഇല്ലാണ്ടാണ്, നിനക്ക് നട്ടല്ലില്ലാണ്ടാണ് നിൻ്റെ ഭാര്യ പോയത്, നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല രീതിക്ക് കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിലും അവനെ വെറുതെ വിട്ടൂടെ, അങ്ങനെ കുത്തി നോവിക്കേണ്ട കാര്യമില്ല. എന്താ ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലും നമ്മൾ നാളെ അങ്ങനെ സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കുകയൊന്നുമില്ല. എന്തുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയാണ്, ഇപ്പോഴത്തെ മക്കളാണ്, അവരെന്താണ് ചിന്തിക്കുന്നത് പോലും, അവരെന്താണ് പ്രവർത്തിക്കുന്നത് പോലും നമ്മൾ കൂടെ തന്നെ ഉണ്ടെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും, നമ്മുടെ കൂടെ നമ്മുടെ നിഴൽ പറ്റി നടക്കുന്ന മക്കളാണെങ്കിലും അവരെന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള അതൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ആ ഒരു ഇതൊക്കെ വെറുതെ വിടുക, അവനെ കുത്തി നോവിക്കാതിരിക്കുക. ഈ ഒരു അവസരത്തിലെങ്കിലും നട്ടല്ലില്ല, ഇതാണ് എനിക്ക് പണ്ടേ ഞാൻ തോന്നിയതാണ് ഇവനക്ക് നട്ടല്ലില്ല എന്നുള്ളത്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കണ്ട് അങ്ങനെ പറയരുത്, അങ്ങനെ കളിയാക്കരുത്, ഒഴിവാക്കി വിടുക, ജീവിച്ച് പൊക്കോട്ടെ. എന്നിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ പറയുന്നത് അവൾക്ക് അതാണ് ശരിയെന്ന് തോന്നി അവൾ പോയി, എനിക്ക് അതിൽ കൂടുതൽ അവളെ ആരും കുറ്റം പറയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു വലിപ്പം ഒന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ തന്നെ മനസ്സിലാവും അവൻ എത്രത്തോളം ആ വൈഫിനെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ അവന് വേദന കൊടുത്തിട്ട് ഒളിച്ചോടി പോയിട്ടും അവൻ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും അവളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെയും അവനൊരു വീഡിയോ ആയിട്ട് പോലും വന്നിട്ടുമില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെ വന്നിട്ടില്ല. എന്നിട്ടും വൈഫ് പറഞ്ഞു അത്രേ അഖിലിനെ വിട്ട് പോവാൻ എന്താണ് കാരണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് വരും എന്നുള്ളതൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മോളെ, ഈ ഒരു നല്ലൊരു കുടുംബത്തിൽ നിന്ന് വേറൊരു ഇതിലേക്ക് പോയത് പടുകുഴിയിലേക്കാണെന്ന് തന്നെ പറയും. എന്തായാലും ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. ഇത് ഈ എല്ലാവർക്കും ഇതൊരു കണ്ടന്റാ. ഇപ്പൊ ഈ പറയുന്ന എന്നെ നിങ്ങൾ ഇതൊരു കണ്ടന്റ് ആയിട്ട് കാണുമായിരിക്കും. സാരമില്ല, കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ആ പെൺകൊച്ചിനെയും കുറ്റം പറയുന്നില്ല, ആ ആൺകൊച്ചിനെയും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. മനുഷ്യന്മാരുടേതായിട്ടുള്ള പല ചിന്തകളും അവരവരുടെ ജീവിതമുണ്ട്. അത് കണ്ടന്റ് ആക്കി ചെയ്യുമ്പോൾ പൈസ കിട്ടും, ഡോളർ കിട്ടും. പക്ഷെ പിച്ച് ചീന്തുന്ന രീതിയിലേക്ക് പോകരുത്, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിരിക്കും. ഇതിന്റെ അടി വന്ന് കണ്ണേ കമന്റ് ഇടുന്നവന്മാരുണ്ടായിരിക്കും. എനിക്കൊരു കൊട്ടേയില്ല. ഓക്കെ,
അതാണ് ആരെയും കുറ്റപ്പെടുത്താതെ ഇതാക്കപ്പോൾ എന്താണ് ഇപ്പോൾ അഖിലിൻ്റെ വൈഫ് പോയി, അവൾക്ക് അവളുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാവും. അവൾ എന്തുകൊണ്ടാണ് പോയി എന്നുള്ളത് പുള്ളിക്കാരിക്ക് അതിൻ്റേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അവരെ കുത്തി നോവിക്കരുത്, എനിക്കും അത്രേ പറയാനുള്ളൂ. എന്തായാലും വേറൊരു യൂട്യൂബർ ഉണ്ട്, എന്താണ് വേറെ എനിക്ക് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കാര്യം കൂടെ ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞാൻ ഈ സൈസ് എടുക്കുന്നില്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഒരു കാമുകനും കാമുക്കും ഇടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചീറ്റിംഗ് നടന്നു, അപ്പോൾ വേണമെങ്കിൽ അവനെ അത് അറിഞ്ഞു വിഷമിച്ചു, അത് ബ്രേക്കപ്പ് പറയാം, അവന് മാറി ഇന്ന് എത്ര ദിവസം വേണമെങ്കിൽ കരയാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതാകാം. പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഒരുപക്ഷേ അവിടെ ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫാമിലി ഉണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ബാധിക്കുന്നു. ചിലപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാൻ പോലുള്ള ഒരു ഫ്രീഡം ചിലപ്പോൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരാൾ ചെയ്തൊരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി, ഒരാൾ ചെയ്ത് തെറ്റാണെന്നല്ലോ അല്ലേക്കണം, അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാമാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ ഒരാൾ ചെയ്തൊരു കാര്യം. അപ്പോൾ ഇത് സമൂഹത്തിന് ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിലും ഓക്കെ, ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഡിസ്കസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ ഒരു 90% കാര്യങ്ങൾ അറിയോ? ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെയോ അയാളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഫാമിലി ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല. ശരിയാണ് കേട്ടോ. ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ, ഈ ഒരു മാറ്റർ വെച്ചിട്ട് തന്നെ ഒരു 100 വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് ഓരോരുത്തരും. അപ്പോൾ എന്തിനാ അങ്ങനെ അവനെ കുത്തിനോവിക്കുന്നതാണ് എനിക്കും പറയാനുള്ളത്. വെറുതെ എന്താണ് എന്താ പറയുക, വേദനിപ്പിക്കുന്ന, ഇവനക്ക് നട്ടലില്ലാതെയാണ്, ഇവനക്ക് അതാണ്, ഇവൻ്റെ ഇത് പോരാതെയാണ്, അവൾ വിളിച്ചൊരു പല തമ്പനയിലും വെച്ചിട്ട് പല രീതിക്ക് വീഡിയോസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അത് അല്പം മോശം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു ആഴം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യരുത്. നമുക്ക് ശരിയാണ്, നമ്മൾക്ക് കണ്ടൻ്റാണ്, ഞാനും ഒരു യൂട്യൂബറാണ്, പക്ഷേ ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ എന്ന് പറഞ്ഞാൽ എത്രയോ 5-6 വർഷത്തോളം സ്നേഹിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ചൊരു പെണ്ണാണ്. ആ പെണ്ണാണ് ഇപ്പോൾ ഇവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും പരിഗണന കൊടുക്കുക. ഒരുപാട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് വേദനിപ്പിക്കാതിരിക്കുക. എന്താണ്, ഒരു വിഭാഗം അഖിലെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒരു വിഭാഗം അഖിലിനെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഈ ഒരു അവസരത്തിൽ ആരെയും നെഗറ്റീവും പോസിറ്റീവും ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഒളിച്ചോടി പോയി, അവൾക്ക് എന്താണോ ശരി അത് ചെയ്തു. അപ്പോൾ അതിൽ കൂടുതൽ ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് 3-4 പേര് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് വന്നത്. ഇനി ഞാൻ അഖിലിൻ്റെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്യുന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ചേച്ചി എന്താ ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് കുറേ കമൻസുകൾ വന്നു. കമൻസ് അല്ല, മെസ്സേജുകൾ വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ എനിക്ക് കൂടുതൽ ഡോളറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇത് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് നമുക്കൊരു 1 ലക്ഷം 2 ലക്ഷം നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറാനൊന്നും പോകുന്നില്ല. അതിനൊക്കെ അതിൻ്റേതായിട്ട് റൂൾസ് ഉണ്ട്. നിങ്ങളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അതിൽ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു 10,000 പേര് അല്ലെങ്കിൽ ഒരു 15,000 പേര് കാണുമ്പോഴേക്കും ആ ഒരു 15,000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുകയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്ത് അത് മോണിറ്റൈസേഷൻ ആക്കി അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ $1 കയറണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മെനക്കെടണം. പെട്ടെന്നൊന്നും നമുക്ക് കയറില്ല, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക. ഏതൊരു ക്രിയേറ്റീവ്സിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സിലായി? അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കിയത് പറയുന്നവരോട് ഞാൻ ഈ ഒരു വീഡിയോ വേറൊരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇനി ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ അപ്പോൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.